ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഉണ്ണിത്തട്ട കേട്ടോ, അഥവാ വാഴക്കൊമ്പ്. ഇങ്ങോട്ട് പൊതുവെ ഉണ്ണിത്തട്ട എന്നാണ് പറയാറ് കേട്ടോ. അപ്പം ഇത് വെച്ച് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മേൽപ്പോളയും മേൽപ്പൂവൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ചേർക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ ചേർത്തിട്ട് ഒരു അടിപൊളി തോരനാട്ടോ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുത്ത് നന്നായി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകി എടുത്തിട്ട് അരിഞ്ഞിടുന്നത്, നമ്മൾ പൊതുവേ ഇതിങ്ങനെ അരിഞ്ഞ് വെച്ചാൽ കറുത്ത് പോകും കേട്ടോ കൂടുതൽ. പിന്നെ അതുപോലെ കറ കുത്തും എന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് അരിഞ്ഞിടാറെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതി അവിടെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് അരിഞ്ഞിടുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് കൊത്തി അരിഞ്ഞ് ഇടുന്നത് അത്ര ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്, അതായത് കൊത്തി അരിഞ്ഞ് നന്നായി ചെറുതാക്കി അരിയുക അങ്ങനെ എനിക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നടുമുറിച്ച് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ചോപ്പറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പം നമ്മുടെ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഇനി അതല്ല, കൊത്തി അരിയാൻ അറിയുന്നവർക്ക് നന്നായി ചെറുതാക്കി കൊത്തി അരിഞ്ഞിടുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ എളുപ്പവും നോക്കി, എനിക്ക് ഇതാണ് ഒരു എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നന്നായി അങ്ങനെ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മറ്റൊരു വെള്ളത്തിലും കൂടി കഴുകണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കറ പിടിച്ചു ഇങ്ങനെ മുറിച്ചിട്ടിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് വെളിച്ചെണ്ണ ആദ്യമേ തേച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കറ പിടിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുപയർ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് സവാളയും കുറച്ചെല്ലാം ഒരു കഷ്ണം സവാളയും 2 പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിത്തട്ടയും ഒന്ന് വേവിച്ചെടുക്കണം. അതിന് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ പാർന്ന് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉണ്ണിത്തട്ടിട്ട് ഒന്ന് ഇളക്കി നമ്മൾ മൂടി വെക്കും കേട്ടോ. അതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, നമ്മൾ ചെറുപയറിൽ കുറച്ച് ഉപ്പിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ബാക്കി ഉപ്പിടാൻ. പിന്നെ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിലിട്ട് കൊടുത്ത് തേങ്ങയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയറൊക്കെ ഇട്ട് ഒന്നുകൂടി ചേർത്ത് ഇളക്കി നമ്മൾ മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു സംഗതിയാണല്ലോ. അപ്പം അത് നമുക്കങ്ങനെ എന്താ പറയുക ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. അപ്പം ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.